നമസ്കാരം. പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 4 ശനിയാഴ്ചയാണ്. മിഥുനം 20-ാം തീയതിയാണ്. പ്രേക്ഷകരെല്ലാവരും തന്നെ ടിവിയുടെ മുമ്പിലായിരിക്കും, പക്ഷെ വാർത്തകൾക്ക് മുമ്പിലായിരിക്കില്ല. അല്ല, ലൈവായി അവർ മത്സരം കാണുകയായിരിക്കും. എന്തായാലും ആവേശകരമായ അന്ത്യത്തിലേക്കാണ് അർജന്റീന കേപ്പ് വെർദെ മത്സരം പുരോഗമിക്കുന്നത്. ലോകകപ്പിന്റെ റൗണ്ട് ഓഫ് 32 ഇന്ന് ജയിച്ചാൽ അർജന്റീന ലോക ചാമ്പ്യന്മാർ മുന്നോട്ടാണ്. 111-ാം മിനിറ്റിൽ മൂന്നാം ഗോൾ അർജന്റീന നേടിയിട്ടുണ്ട്. ഇപ്പോൾ 3-2 അർജന്റീന ലീഡ് ചെയ്യുകയാണ്. ഇനി എങ്ങനെയെങ്കിലും ഈ സമയം അവസാനിച്ചാൽ മതി എന്ന ആ ഒരു കാത്തിരിപ്പിലാണ് അർജന്റീനൻ ആരാധകർ. ലോകകപ്പ് ഡെസ്കിൽ നിന്ന് അനിൽ വാസ്തേവ് ചേരുകയാണ്. അനിൽ, ലോക ചാമ്പ്യന്മാർ പ്രീ ക്വാർട്ടറിലേക്ക് പോവുകയാണോ? ഗുഡ് മോർണിംഗ് അമൃത, ഗുഡ് മോർണിംഗ് ദിൽന. പറഞ്ഞതുപോലെ തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങേണ്ടത് ലിറ്ററലി അർജന്റീന ഈ മത്സരം ജയിച്ചതിന് തുല്യമോ അല്ലെങ്കിൽ തോറ്റതിന് തുല്യമോ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കേപ്പ് വെർദെ എന്ന് പറയുന്ന കന്നി ലോകകപ്പ് കളിക്കുന്ന ഒരു ടീമിനെതിരെ ലോക ചാമ്പ്യന്മാരുടെ പ്രകടനം ഇത് മതിയോ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം മത്സരത്തിൽ 3-2 എന്നുള്ള സ്കോറിലാണ് ഇപ്പോൾ അർജന്റീന മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ അത് മതിയോ എന്ന കാര്യത്തിൽ നമുക്ക് വലിയൊരു സംശയമുണ്ട്. ഈ 2 തവണ മുന്നിട്ട് നിന്നിട്ടും തിരിച്ചടിച്ച് അവർ അർജന്റീനയെ വലിയ രീതിയിൽ ഉറപ്പിക്കുന്നു. ഒപ്പം തന്നെ അർജന്റീനയെ എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടിക്കൊണ്ടുപോയി ഈ മത്സരം എന്ന് പറയുമ്പോൾ തന്നെ ലോക ചാമ്പ്യന്മാർ ഈ മത്സരത്തിൽ വേറൊരർത്ഥത്തിൽ അർജന്റീന ആരാധകർ ക്ഷമിക്കുക, പക്ഷേ പറയാതെ തരമില്ല. അർജന്റീന ഈ മത്സരത്തിൽ ഈ ജയമോ ഇല്ലെങ്കിൽ തോൽവിയോളം ലിറ്ററലി തോറ്റു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു വാക്ക് പറയുകയാണെങ്കിൽ എന്തായാലും ഇപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിൻ്റെ നിമിഷങ്ങളാണ്. 3-ാം ഗോൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി 7 മിനിറ്റ് കൂടി മാത്രമാണ് ബാക്കിയുള്ളത് എക്സ്ട്രാ ടൈം തീരാൻ. അതിൻ്റെ അധിക സമയം കൂടി ഉണ്ടാവും. അർജന്റീന എങ്ങനെയെങ്കിലും ഈ സമയം കടന്നു പോകണം എന്ന് വിചാരിക്കുന്നതായിരിക്കും അർജന്റീൻ ടീമോ അവരുടെ ആരാധകരും ഉണ്ടാവുക. കേപ്പ് വെർദെ പോലൊരു ടീം അവരുടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ വമ്പൻ പ്രകടനം കാഴ്ചവെച്ചതാണ്. സ്പെയിനെയും ഉറുഗ്വേനെയൊക്കെ തന്നെ സമനിലയിൽ കുടുക്കിയതാണ്. പക്ഷേ ലോക ചാമ്പ്യന്മാർ മെസ്സിപ്പടക്കെതിരെ അർജന്റീനയ്ക്കെതിരെ അവർ ഇങ്ങനെ കളിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. ലിയോണൽ മെസ്സിയുടെ ഗോളിലൂടെ അർജന്റീനയാണ് മുന്നിലെത്തിയത്. പക്ഷേ പിന്നീട് അവർ 2-ാം പകുതിയിൽ ഗോൾ മടക്കുന്നു. അതിനുശേഷം മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുമ്പോൾ അവിടെ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഒരു തകർപ്പൻ ഗോളിലൂടെ വീണ്ടും ലീഡെടുക്കുന്നു. പക്ഷേ വീണ്ടും കേപ്പ് വെർദെ ഗോൾ മടക്കുന്നു. അത് ഈ ലോകകപ്പിലെ തന്നെ ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്നായി നമുക്ക് പറയാവുന്ന ഒരു ഗോളാണ് കേപ്പ് വെർദെയുടെ ഗോളിൽ നിന്ന് വരുന്നത്. അവിടെ നിന്ന് വീണ്ടും എക്സ്ട്രാ ടൈമിൻ്റെ 2-ാം പകുതിയിലേക്ക് വീഴുമ്പോൾ അവിടെയാണ് ഒരു ഗോൾ കൂടി അർജന്റീന നേടുന്നത്. മെസ്സി എടുത്ത ഒരു കോർണർ കിക്ക്, അതിൽ നിന്ന് ഉയർന്നു ചാടിയ കേപ്പ് വെർദെ താരത്തിൻ്റെ തലയിൽ തട്ടി പന്ത് ഗോളാവുകയായിരുന്നു. അങ്ങനെ 3-2 ഒരു സെൽഫ് ഗോളിൻ്റെ ആനുകൂല്യത്തിലാണ് ഇപ്പോൾ അർജന്റീന മുന്നിൽ നിൽക്കുന്നത്. 3-2 എന്നതാണ് സ്കോർ. 115 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു മത്സരം. ഇനി 5 മിനിറ്റ് കൂടിയാണ് ബാക്കിയുള്ളത്. കേപ്പ് വെർദെക്ക് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും കേപ്പ് വെർദെ വലിയ വിസ്മയമാണ്. ഈ ലോകകപ്പിലെ അത്ഭുത സംഘം എന്ന് വെറുതെ വിളിച്ചാൽ പോരാ, വമ്പൻ പ്രകടനം തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ മറ്റൊരു ഗോളിനുള്ള അവസരം കൂടി വന്നിരിക്കുന്നു. എമിലിയാനോ മാർട്ടിനസ് രക്ഷകനാകുന്നു. ഒരു വമ്പൻ സേവ് ഗോൾ മുഖത്ത്, അതിലൂടെ അർജന്റീനയെ രക്ഷിച്ചെടുക്കുന്നു എമിലിയാനോ മാർട്ടിനസ്. തകർപ്പൻ ബോക്സിന് തൊട്ടടുത്ത് നീട്ടിയ ഒരു ഫ്രീ കിക്ക്. എമിലിയാനോ മാർട്ടിനസ് പറന്നു ചാടി അത് ഗോൾ പോസ്റ്റിന് ക്രോസ് ബാറിന് മുകളിൽ തട്ടിയിടുന്ന കാഴ്ച, അർജന്റീന വിറച്ചു പോകുന്ന കാഴ്ച, അർജന്റീന നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു അവസ്ഥ, അർജന്റീനക്കാരുടെ നെഞ്ച് പിടയ്ക്കുന്ന അവസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനിയും സമയം അവസാനിച്ചിട്ടില്ല. കേപ്പ് വെർദെയാണ്. അവർ ഇതിനോടകം തന്നെ 2 തവണ തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു ഗോൾ കോഷൻ അത് ഒട്ടും തന്നെ പോരാ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറെക്കുറെ അനായാസമായി തന്നെയാണ് കയറി വന്നത്. ജോർദാനെതിരെ ഒരു ഗോൾ വഴങ്ങി ഓസ്ട്രിയക്കെതിരെ കുറച്ച് കടുത്ത പോരാട്ടം കാഴ്ചവെക്കേണ്ടി വന്നു. പക്ഷേ പ്രീ ക്വാർട്ടറിൽ ലോക ചാമ്പ്യന്മാർ ഇങ്ങനെ പെട്ടുപോകുമെന്ന് ആരും തന്നെ കരുതിയില്ല. മന്ത്രവാദിയുടെ ശാപം, കേപ്പ് വെർദെയുടെ അത്ഭുതം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അർജന്റീന ഈ മത്സരത്തിൽ അവർ ലോക ചാമ്പ്യന്മാരുടെ 1-ാം നമ്പർ ടീമിൻ്റെ പ്രകടനം പുറത്തെടുത്തോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അർജന്റീനയുടെ 2 ഗോളുകളും, മെസ്സിയുടെ ഗോളുകളും ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഗോളുകളും അത്യുഗ്രൻ എന്നേ പറയാനുള്ളൂ. പക്ഷേ ആ ഗോളുകൾക്കപ്പുറത്ത് ഫിനിഷിങ്ങിൽ അർജന്റീന വല്ലാതെ മെസ്സിയെ ആശ്രയിക്കുന്നു എന്ന കാഴ്ചയെ നമ്മൾ കാണുന്നു. അർജന്റീന താരം ഈ ലോകകപ്പിൽ ഉടനീളം വലിയ രീതിയിൽ നിരാശപ്പെടുത്തുന്ന കാഴ്ച കാണുന്നു. മെസ്സി അല്ലാതെ ഗോളടിക്കാൻ ആരുമില്ല എന്നുള്ളത്. മെസ്സിയെ മാറ്റി നിർത്തിയ ആ 3-ാം മത്സരത്തിലാണ് 2 ഗോൾ ആദ്യം അടിക്കുന്ന കാഴ്ച കണ്ടത്. പക്ഷേ മെസ്സി വരുമ്പോൾ മെസ്സിയിലേക്ക് പന്തെത്തിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ മെസ്സിയെ മാത്രം ആശ്രയിച്ച് കളിക്കുന്ന ഒരു രീതി മാത്രമായി അർജന്റീന മാറുന്നതാണ് കാണുന്നത്. അത് അങ്ങേയറ്റത്തെ സങ്കടകരമാണ്. ലിയോണൽ സ്കലോണി കോച്ചായി വന്നതിന് ശേഷം അർജന്റീൻ ടീമിൽ വരുത്തിയ വലിയ മാറ്റം മെസ്സി ഇല്ലെങ്കിലും കളിക്കാൻ പ്രാപ്തരാക്കിയ ഒരു ടീമിനെയാണ് കണ്ടത്. അതിലൂടെ
നമ്മൾ കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിലൊക്കെ തന്നെ കണ്ടതാണ്. മെസ്സി പരിക്കേറ്റ് പുറത്തായിട്ടും നന്നായി കളിക്കുന്ന അർജന്റീനയെ കണ്ടു. ഇല്ലെങ്കിൽ മെസ്സി ഇല്ലാത്ത പല മത്സരങ്ങളിലും ബ്രസീലിനെതിരെ അടക്കം 4 ഗോളിൻ്റെ ജയം നേടിയ അർജന്റീന പക്ഷേ ഈ ലോകകപ്പിൽ വന്നപ്പോൾ വീണ്ടും വല്ലാത്ത രീതിയിൽ മെസ്സിയെ ആശ്രയിക്കുന്നു, അലസതയോടെ കളിക്കുന്നു. ഇല്ലെങ്കിൽ പന്ത് വരുമ്പോഴൊക്കെ തന്നെ മെസ്സി എവിടെയുണ്ടോ അവിടേക്ക് പന്ത് കൊടുക്കുക, മെസ്സി അവിടെ ലോക്കാണോ എന്നതൊന്നും തന്നെ നോക്കുന്നില്ല. പ്രത്യേകിച്ച് ഡീപ്പോളൊക്കെ തന്നെ ബോഡി ഗാർഡ് എന്നാണ് അർജന്റീനയുടെ ലിയോണൽ മെസ്സിയുടെ ബോഡി ഗാർഡ് എന്നൊക്കെ തന്നെയാണ് ആരാധകർ വിളിക്കുക. പക്ഷേ അത് വല്ലാത്ത തരത്തിലുള്ള ഒരു ഒബ്സഷൻ പോലെയായി ഡീപ്പോളിനൊക്കെ തന്നെ വന്നു ചേർന്നിരിക്കുന്നു എന്ന് പറയാതെ തരമില്ല. കാരണം ഇന്നത്തെ മത്സരത്തിൽ തന്നെ കൃത്യമായി 2-3 താരങ്ങളെയൊക്കെ തന്നെ ഡ്രിബിൾ ചെയ്ത് പോസ്റ്റിനകത്തേക്ക് ബോക്സിനകത്തേക്ക് പോയ റോഡ്രിഗോ ഡീപ്പോൾ അവിടെ വെച്ച് ഒരു ഷോട്ട് ഉതിർക്കുന്നതിന് പകരം അത് വീണ്ടും മെസ്സിക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല താരങ്ങളും കട്ട് ബാക്ക് കൊടുക്കുന്നതൊക്കെ തന്നെ മെസ്സി അവിടെ ഉണ്ട് എന്ന അർത്ഥത്തിൽ മാത്രമാണ്. അപ്പോൾ ആ തരത്തിലുള്ള കളി മതിയോ അർജന്റീനയ്ക്ക്, ലോക ചാമ്പ്യന്മാർക്ക് എന്നുള്ളത് വലിയ നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. അർജന്റീന കഴിഞ്ഞ ലോകകപ്പിൽ മാറിയ അർജന്റീനയായിരുന്നു. അത് ഇപ്പോൾ വീണ്ടും എമിലിയാനോ മാർട്ടിനസ് രക്ഷയ്ക്കെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു ഗോൾ അവസരം കൂടി കേപ്പ് വെർദേക്ക് വരുന്നു. പക്ഷേ എമിലിയാനോ മാർട്ടിനസ് വീണ്ടും രക്ഷയ്ക്കെത്തുന്നു. ആദ്യ പകുതിയിൽ നമ്മൾ കണ്ടതാണ് ഒരു ഉഗ്രൻ സേവ്. അതിനുശേഷം ഇപ്പോൾ തുടരെ 2 സേവുകളുമായി എമിലിയാനോ മാർട്ടിനസ് രക്ഷിച്ചെടുക്കുന്നു. ലോക ചാമ്പ്യന്മാരുടെ ജീവൻ അല്പസമയത്തേക്കെങ്കിലും നീട്ടിയെടുക്കുന്നു കാണുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനിയും മത്സരം അവസാനിച്ചിട്ടില്ല. 119 മിനിറ്റിലേക്ക് മത്സരം നീങ്ങിയിരിക്കുന്നു. അർജന്റീന എന്തായാലും വിറച്ച് നിൽക്കുകയാണ്. ലോക ചാമ്പ്യന്മാർ ഇത് മതിയോ അവരുടെ പ്രകടനം എന്ന് ചോദിച്ചാൽ ഒട്ടുമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതാ ഒരു സുവർണ അവസരം വന്നതാണ് കേപ്പ് വെർദേക്ക്. പക്ഷേ ആ പന്ത് പുറത്തേക്ക് അടിച്ചു കളയുകയാണ്. അത് ഓഫ് സൈഡാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം. എത്രയും വേഗം ആ ഫൈനൽ വിസിൽ വിളിച്ചാൽ മതിയോ എന്ന തരത്തിൽ പോലും അർജന്റീന ആരാധകർ ഇപ്പോൾ ആഗ്രഹിച്ചു പോകുന്നുണ്ടാവും. അത്ര കണ്ട് നെഞ്ചിടിപ്പേറ്റുന്ന നിമിഷങ്ങളാണ് ഓരോ ആൽബേ സെലസ്റ്റകൾക്കും. കാരണം കേപ്പ് വെർദെ അവർ അർജന്റീനയെ പോലെ ഒരു ടീമിനെ അട്ടിമറിക്കുകയാണെങ്കിൽ അതിൽ പരം നാണക്കേട് ലോക ചാമ്പ്യന്മാർക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരു വലിയ ടീം ഫ്രാൻസിനോടോ സ്പെയിനോടോ തോൽക്കുന്നത് പോലെയല്ല. കേപ്പ് വെർദെ കന്നിക്കാരാണ് ലോകകപ്പിലെ. അവർക്കെതിരെ തോറ്റു മടങ്ങുക, റൗണ്ട് ഓഫ് 32 തന്നെ മടങ്ങുക എന്ന് പറയുന്നത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ നിരാശയാണ്. പക്ഷേ അർജന്റീനയുടെ കയ്യിൽ തന്നെയാണ്, അവർക്ക് തന്നെയാണ് ഇപ്പോഴും അഡ്വാൻറ്റേജ്. മത്സരം എക്സ്ട്രാ ടൈമിൻ്റെ അവസാന മിനിറ്റിലേക്ക് നീങ്ങിയിരിക്കുന്നു. 119 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി എത്ര സമയം ഈ എക്സ്ട്രാ ടൈമിന് അധിക സമയമായി ആഡ് ഓൺ ടൈമായി നൽകുന്നു എന്നത് ആശ്രയിച്ചിരിക്കും. അർജന്റീന 3 കേപ്പ് വെർദെ 2 എന്നതാണ് സ്കോർ. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം നിരാശയുടെ മത്സരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മത്സരം അർജന്റീനയ്ക്ക് അനുകൂലമായാൽ പോലും, അർജന്റീന ജയിച്ചാൽ പോലും ഈ മത്സരത്തിൽ അർജന്റീന ആഗ്രഹിച്ച ഒരു ജയമില്ല. ഇല്ലെങ്കിൽ കേപ്പ് വെർദെ തോൽക്കുകയാണെങ്കിൽ പോലും അവർ ഒരു തരത്തിൽ മനം കവർന്ന് ഇല്ലെങ്കിൽ വലിയ രീതിയിൽ മത്സരം ജയിച്ചു തന്നെ മടങ്ങുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാം. മറ്റൊരു അവസരം കൂടി കേപ്പ് വെർദേക്ക് വരുന്നു. അവിടെ ലിസാൻഡ്രോ മാർട്ടിനസ് വീണ്ടും രക്ഷയ്ക്കെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ മത്സരം മെസ്സി അല്ല, ആ മത്സരം കൊണ്ടുപോകുന്നത് ലിസാൻഡ്രോ മാർട്ടിനസ് എന്ന ആരാധകർ ലിച്ച എന്ന് പേരിട്ട് വിളിക്കുന്ന ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെതാണ്. മെസ്സിക്ക് ആദ്യഘട്ടത്തിൽ ഗോളടിക്കാൻ പറ്റാതെ വല്ലാത്ത രീതിയിൽ പെടാപ്പാട് വിടുന്ന ആ ഒരു ഘട്ടത്തിൽ ലിസാൻഡ്രോ മാർട്ടിനസ് നൽകിയ ഒരു അത്യുഗ്രൻ ബോൾ, അതായത് പിച്ചിൻ്റെ മധ്യഭാഗത്ത് നിന്ന് നീട്ടി നേർത്തിയ പന്ത് മെസ്സിക്ക് കൊടുക്കുന്നു. അത് മെസ്സി കൃത്യമായി കണക്ട് ചെയ്ത് ഗോളാക്കുന്നു. അതിനുശേഷം മത്സരം അർജന്റീന എക്സ്ട്രാ ടൈമിലേക്ക് പോകുമ്പോൾ അവിടെയും ഗോളടിക്കുന്നത് ലിസാൻഡ്രോ മാർട്ടിനസ് ആണ്. ഒരു ഉയരക്കുറവുള്ള താരത്തെ മാർക്ക് ചെയ്യാൻ പലപ്പോഴും പല ടീമുകളും തയ്യാറാവില്ല. ആ ഒരു അഡ്വാൻറ്റേജ് മുതലെടുത്ത് പോസ്റ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നിരുന്ന ആ ലിസാൻഡ്രോ മാർട്ടിനസ് പന്ത് ഒരു സെൻറ്റർ ഫോർവേഡിൻ്റെയൊക്കെ തന്നെ വൈദഗ്ധ്യത്തോടുകൂടി അതിഗംഭീരമായി തന്നെ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. അതിലൂടെയാണ് മുന്നിലെത്തിയത്. ഇപ്പോൾ അർജന്റീനയ്ക്ക് ഒരു കൗണ്ടറിനുള്ള അവസരമാണ്. അർജന്റീന അത് ഗോളാക്കുമോ എന്നത് കണ്ടറിയണം. അർജന്റീന പക്ഷേ അത് ഗോളായി മാറുന്നില്ല. പക്ഷേ അർജന്റീനയ്ക്ക് ഒരു ഗോൾ കൂടി നേടുകയാണെങ്കിൽ ആശ്വാസമാകും എന്നുള്ളത് തന്നെ. 3 മിനിറ്റാണ് ആഡ് ഓൺ ടൈമായി നൽകിയിരിക്കുന്നത്. അതിൽ ഇപ്പോൾ 1.5 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അർജന്റീനയ്ക്ക് 1.5 മിനിറ്റ്, ഒരുപക്ഷെ ഒരു 1.5 മണിക്കൂറിൻ്റെ ദൈർഘ്യം നീണ്ടു നിൽക്കുന്ന 1.5 മിനിറ്റുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. വീണ്ടും കേപ്പ് വെർദെ ആക്രമണം വരികയാണ്. അവിടെ ടാഗ്ലിയാഫിക്കോയുടെ ഒരു ടാക്കിളിനുള്ള ശ്രമം അത് ഫലവത്താവുന്നില്ല. വീണ്ടും പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് എതിർക്കുന്നുണ്ടെങ്കിൽ പോലും അത് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ്. എമിലിയാനോ മാർട്ടിനസ് ഈ ഗോൾ പോസ്റ്റിന് പുറകിലുള്ള അർജന്റീന ആരാധകരെ കൈവീശി ഇല്ലെങ്കിൽ വലിയ രീതിയിൽ ഉത്തേജിപ്പിക്കാൻ കൂടുതൽ പ്രോത്സാഹനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മത്സരം തീരാൻ ഇനി 1 മിനിറ്റ് കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. രണ്ടാം ആഡ് ഓൺ ടൈമിൻ്റെ 2 മിനിറ്റ്
മിനിറ്റ് പൂർത്തിയായിരിക്കുന്നു. എന്തായാലും മത്സരം പരമാവധി ഉപയോഗിപ്പിക്കാനൊക്കെ നോക്കും. പണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലൊക്കെ തന്നെ പരിക്കഭിനയിച്ചോ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമയം കൊല്ലാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമായിരുന്നു. പക്ഷേ ഫിഫയുടെ പുതിയ റൂൾ കാരണം അതും നടക്കാത്ത അവസ്ഥയാണ്. അർജന്റീനയുടെ കാര്യം മാത്രമല്ല മറ്റേത് ടീമുകൾക്കും ഇപ്പോൾ അതാണ് അവസ്ഥ. ഇപ്പോൾ ലിയോണൽ മെസ്സിയിലേക്ക് ഒരു പന്ത് വരുന്നു. മെസ്സി അത് ഹോൾഡ് ചെയ്യാനുള്ള ശ്രമമായിരിക്കുമുള്ള ശ്രമം. ഈ കോർണറിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ ഒരു ഏതെങ്കിലും തരത്തിൽ തട്ടി പരമാവധി സമയം വേസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. പക്ഷേ കേപ്പ് വെർദെ പന്ത് വീണ്ടും റിക്കവർ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. കേപ്പ് വെർദയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ അവർ ജയിച്ചു കഴിഞ്ഞു. റിസൾട്ട് എന്തോ ആവട്ടെ, കേപ്പ് വെർദെയാണ് ഈ മത്സരത്തിലെ യഥാർത്ഥ വിജയികൾ. ലോക ചാമ്പ്യന്മാർ, ലോക ഫുട്ബോളിലെ ഫിഫ റാങ്കിങ്ങിലെ 1ാം സ്ഥാനക്കാർ. അവർക്കെതിരെ എന്തൊരു പ്രകടനമാണ്, എന്തൊരു ചന്തമുള്ള കളിയാണ് കേപ്പ് വെർദെ കളിച്ചത്. വെറുതെ മടങ്ങിയവരല്ല, വെറുതെ മടങ്ങാൻ വന്നവരല്ല കേപ്പ് വെർദെ എന്ന് തെളിയിക്കുന്നതാണ്. 5.5 ലക്ഷം ജനസംഖ്യയുള്ള ഒരു കുഞ്ഞൻ രാജ്യം, ഒരു കുഞ്ഞൻ ദ്വീപ് സമൂഹം. അവർ ലോകത്തെ വിസ്മയമായി. ഈ ലോകകപ്പിൽ ആര് വേണമെങ്കിലും ആ കനക കിരീടം നേടിക്കോട്ടെ. യഥാർത്ഥത്തിൽ ടൂർണമെൻറ്റ് ജയിച്ചിരിക്കുന്നത്, ആളുകളുടെ മനസ്സ് ജയിച്ചിരിക്കുന്നത് കേപ്പ് വെർദെയാണ്. സ്പെയിനെയും ഉറുഗ്വേയും സൗദി അറേബ്യയും സമനിലയിൽ പിടിക്കുന്നു. ഒറ്റ ജയം പോലുമില്ല. പക്ഷേ ആ എല്ലാ ജയങ്ങൾക്കും തുല്യമായ സമനിലകൾ. ഇപ്പോൾ ലോക ചാമ്പ്യന്മാരായ അർജന്റീന വിജയിച്ചിരിക്കുന്നു. അർജന്റീന കടന്നുകൂടിയിരിക്കുന്നു കേപ്പ് വെർദെക്കെതിരെ എന്നുള്ളതാണ്. ഫൈനൽ വിസൽ മുഴങ്ങിയിരിക്കുന്നു. ലോക ചാമ്പ്യന്മാർ കേപ്പ് വെർദെക്കെതിരെ വിറച്ച് ജയിച്ച് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയിരിക്കുന്നു. മെസ്സിക്കൊപ്പം ലിസാൻഡ്രോ മാർട്ടിനസ് ഗോൾ നേടുന്നു. വിജയ ഗോൾ വന്നത് സെൽഫ് ഗോളിന്റെ രൂപത്തിൽ. അർജന്റീന ഒട്ടും തന്നെ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു ജയം, 3-2 ജയം ഉണ്ടെങ്കിൽ പോലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇത് മതിയോ എന്ന് തോന്നിപ്പോകുന്നു. ലോക ചാമ്പ്യന്മാർ ഇത്തരം പ്രകടനവുമായി ഇനി മുന്നോട്ട് പോയാൽ അർജന്റീനയ്ക്ക് വലിയ പണി കിട്ടും. വരാനിരിക്കുന്നത് വലിയ വലിയ ടീമുകളാണ്. അടുത്ത റൗണ്ടിൽ ഈജിപ്താണ് മുഹമ്മദ് സലയുടെ. അതിനുശേഷം സെമിയിൽ ബ്രസീലിലേക്ക് തന്നെ കിട്ടിയേക്കാം. ഫൈനലിൽ ഫ്രാൻസ് അടക്കമുള്ള ടീമുകൾ വന്നേക്കാം. പക്ഷേ അവർക്കെതിരെ കേപ്പ് വെർദെക്കെതിരെ പോലും ഈ തരത്തിൽ മെസ്സിയെ വല്ലാതെ ആശ്രയിച്ച് മെസ്സി മാത്രം കളിച്ചാൽ മതിയോ എന്ന തരത്തിൽ കളിക്കുന്നത് ശരിയല്ല. ബാക്കിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ചത്തുമരിച്ച് കളിക്കുന്നുണ്ട്. പക്ഷേ മറ്റാരും തന്നെ മധ്യനിരയൊക്കെ തന്നെ തീർത്ത് നിറമങ്ങിയ മത്സരം. ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ വമ്പൻ പ്രകടനത്തിനപ്പുറത്ത് മറ്റേത് താരത്തെ ഉയർത്തിക്കാട്ടാനുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. റോഡ്രിഗോ ഡിപോളും മെക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും എല്ലാം അവരുടെ ക്ലബ്ബ് തലത്തിൽ കഴിഞ്ഞ ലോകകപ്പിൽ എന്തൊരു പ്രകടനമായിരുന്നു. പക്ഷേ ഈ ലോകകപ്പിൽ ഒട്ടും തന്നെ കളിക്കുന്നില്ല. എൻസോ ഫെർണാണ്ടസ് ഒക്കെ തന്നെ ഷോട്ട് തീർക്കുന്നത് ചെൽസിയുടെ കളറിൽ നമ്മൾ കണ്ടുള്ളതാണ്. എന്ത് നല്ല ഷോട്ടുകൾ എടുക്കുന്നതാണ്. പക്ഷേ അർജന്റീന നിരയിൽ ഇത്തവണ തീർത്ത് നിരാശപ്പെടുത്തുന്നത് കാണുന്നു. മാക്കാലിസ്റ്ററൊന്നും ചിത്രത്തിലേ ഇല്ല. തിയാഗോ അൽമാഡ ആദ്യ പകുതിയിൽ ലെഫ്റ്റ് ഫ്ലാങ്കിലാണ് കളിച്ചത്. ആ ലെഫ്റ്റ് ഫ്ലാങ്കിൽ കാണുന്നേ ഉണ്ടായിരുന്നില്ല അൽമാദിയെ മാറ്റിക്കഴിഞ്ഞതിന് ശേഷം നിക്കോ ഗോൺസാലസ് ഇറങ്ങിയതിന് ശേഷമാണ് ആ ഫ്ലാങ്കിൽ, ആ ലെഫ്റ്റ് വിങ്ങിൽ എന്തെങ്കിലും ഒരു അനക്കമുണ്ടായിരുന്നത്. നമ്മൾ അർജന്റീന ആരാധകരുടെ ആഹ്ലാദമാണ് കാണുന്നത്. മതിമറന്ന് ആഘോഷിക്കുകയാണ്. ബിനീഷ് കോടിയേരി അടക്കമുള്ള ആരാധകരും കോഴിക്കോട് നിന്നാണെന്ന്, കണ്ണൂരാണോ കോഴിക്കോട് എന്നറിയില്ല, അവിടെയുള്ള ആഹ്ലാദം കാണുന്നുണ്ട്. അതായത് അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം വിജയാഹ്ലാദം, വലിയ ആഹ്ലാദം. പക്ഷെ അതൊരു ആശ്വാസത്തിന്റെ, നിശ്വാസത്തിന്റെ ആഹ്ലാദം എന്നേ പറയേണ്ടിയിരിക്കുന്നു. അതാണ് അനിൽ, ജയം, ഒരു ആധികാരികമായ ജയം കേപ്പ് വെർദെ പോലൊരു ടീമിനോട് ഉണ്ടാകുമെന്ന് അർജന്റീന ആരാധകർ പ്രതീക്ഷിച്ചു കാണണം ഒരുപക്ഷെ. പക്ഷേ അങ്ങനെയായിരുന്നില്ല. ഈ മത്സരത്തിൽ ഒരുപക്ഷെ അനിൽ പറഞ്ഞതുപോലെ കടന്നുകൂടുകയായിരുന്നു പ്രീ ക്വാർട്ടറിൽ എന്ന് പറയേണ്ടി വരും. പക്ഷേ അവസാന 16-ലെത്തിയ ആശ്വാസം അർജന്റീന ആരാധകർക്കുണ്ട്. അതവർ ആഘോഷമാക്കുകയാണ്. 24-ന്റെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത്. അജ്മൽ, തിരുവനന്തപുരത്തെ കാഴ്ചകൾ എന്താണ്? ആളുകൾ ഈ പ്രകടനത്തിൽ അവർക്ക് സന്തോഷമുണ്ടോ, ആത്മവിശ്വാസമുണ്ടോ? ഈ ജയത്തിൽ അവർ എങ്ങനെയാണ് അവരുടെ പ്രതികരണം? അമൃത, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇത് രാവിലെ ഇവിടെ മഴയാണ്, പ്രതികൂല കാലാവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ താരതമ്യേന തണുപ്പുള്ള അന്തരീക്ഷമാണ്. പക്ഷേ ഇതൊന്നും മയാമി സ്റ്റേഡിയത്തിൽ കളിക്കുന്ന മെസ്സിയുടെ ആ കളിക്കുന്നതിലുള്ള ആവേശം ആരാധകരെ തണുപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാ പുലർച്ചെ തന്നെ ഇവിടെ ഞാൻ നിൽക്കുന്നത് ബാട്ടൺ ഹില്ലിലാണ്. ഇവിടേക്ക് സ്ക്രീനിങ്ങിനായി ഒഴുകിയെത്തിയ ആരാധകർ അത്യാവേശത്തിലാണ് ഇപ്പോൾ ഉള്ളത്. യഥാർത്ഥത്തിലെ മെസ്സിയുടെ മത്സരം, ഇന്ന് അർജന്റീനയുടെ മത്സരത്തെ ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനൊരു മത്സരമാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്? കഴിഞ്ഞ വേൾഡ് കപ്പിൽ തോറ്റിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. അതേപോലെ തന്നെ ഒരു മികച്ച മത്സരം ഞങ്ങൾക്ക് വേണമായിരുന്നു. ആ മികച്ച മത്സരമായിട്ടാണ് ഇനി ഈ മത്സരത്തിൽ നിന്ന് വന്ന പോരായ്മകൾ മാറ്റി കപ്പടിച്ചിട്ടേ പോകണം. കപ്പടിച്ച് പിന്നെ ഒരു മന്ത്രവാദത്തിനും മിശിഹയെ തളക്കാൻ പറ്റില്ല. ഒരു സംശയം, ഈജിപ്തിനെതിരെയുള്ള കളി ഇത് മതിയോ? ഈജിപ്തിനെതിരെയുള്ള കളി ഇത് മതിയോ? ഈജിപ്തിനെതിരെയല്ല, കേബോ വെർദെക്കെതിരായിട്ടുള്ള കളി ഇത് പോരാ.
ഇതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ അർജന്റീന തിരിച്ചു വരും. അർജന്റീന എപ്പോഴും ഈ പറയുന്ന മിസ്റ്റേക്കിൽ നിന്ന് പാഠം പഠിക്കുന്ന ടീമാണ്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ വന്നു. ഇനി അടുത്ത വരുന്ന നോക്കൗട്ടിലേക്ക് നോക്കിച്ചോ, നിങ്ങൾ ഇതുവരെ കാണാത്തൊരു അർജന്റീനയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വയസ്സ് 31. മെസ്സി വീണ്ടും ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുകയാണ്. മെസ്സിയുടെ വ്യക്തിപരമായ ചേട്ടാ, വ്യക്തിപരമായ നേട്ടം ഒന്ന് ആലോചിച്ച് നോക്കണം. പീക്ക് ടൈമിൽ മെസ്സിയുടെ കൂടെ കളിക്കുകയാണ് ബാക്കിയുള്ളവർ, മെസ്സിയുടെ പിടിച്ചിരിക്കാൻ. അതേപോലെ തന്നെ ദൈവത്തിന് എന്തിനാ മന്ത്രവാദം അപ്പൊ ഈ കാണുന്ന നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മാതൃക ഉണ്ടല്ലോ വേൾഡ് കപ്പിന്റെ, ഇത് ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ബാക്കിയുള്ളവര് ഇത് എടുക്കാനാണ് വന്നത്, ഇത് നമ്മൾ നിലനിർത്താനാണ് വന്നത്. മനസ്സിലായ, ഇത് ഡിഫെൻഡ് ചെയ്യാനാണ് വന്നത്, നമ്മള് അടിക്കാനല്ല വന്നത്. ഇത് ഇതേപോലെ ഷെൽഫിൽ വെക്കാനാണ് നമ്മൾ വന്നത്. ഇതാണ് ഈ പറഞ്ഞതുപോലെ ഇവർ എന്തിനാണ് പുലർച്ചെ ഈ ബാട്ടൺ ഹില്ലിലെ തെരുവ് വീതിയിലേക്ക് ഒഴുകി എത്തിയതെന്ന് ആരാധകർ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. മെസ്സിയും അർജന്റീനയും പരാജയങ്ങളിൽ നിന്ന് തുടങ്ങിയ ടീമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് നേട്ടത്തിലേക്ക് അവർ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരാജയം അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ഒരു പിന്നോട്ടടി അത് ഒരിക്കലും അർജന്റീനയ്ക്ക് സ്ഥിരമായി ഉണ്ടായ ഒരു പരാജയമല്ല, അല്ലെങ്കിൽ ഒരു പിന്നോട്ട് പോക്കല്ല. ഉറപ്പായും ഇതിലെ പിഴവുകൾ മനസ്സിലാക്കി അർജന്റീന തിരിച്ചു വരികയും ഏറ്റവും മികച്ചൊരു പ്രകടനത്തോടെ ഇവർ കയ്യിൽ കരുതിയിരിക്കുന്ന ഈ കനക കിരീടത്തിലേക്ക് ഒരിക്കൽ കൂടി അർജന്റീന ടീം എത്തിപ്പെടുകയും ചെയ്യുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. ദിൽനാമൃത. ശരി, തിരുവനന്തപുരത്ത് നിന്നുള്ള കളിയാരവുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി കോഴിക്കോടേക്ക് പോയാൽ കോഴിക്കോട് പുതിയ പാലത്ത് നിന്ന് വർഷ ഗിരീഷ് കൂടി ചേരുന്നുണ്ട്. വർഷ, ഗുഡ് മോർണിംഗ്. നമ്മൾ അല്പസമയം മുമ്പ് വലിയ നെഞ്ചിരിപ്പോടെ ആശങ്കയോടെ ഇരിക്കുന്ന പ്രേക്ഷകരെ, ആരാധകരെ ഒക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് കോഴിക്കോട്ടെ ഒരു ആവേശം? നെഞ്ചിടിപ്പേറിയ മിനിറ്റുകളാണ് കടന്നുപോയത്. വളരെ വലിയ ആവേശത്തിലാണ് അർജന്റീന ആരാധകരുള്ളത്. കാരണം അവരെ സംബന്ധിച്ച് നമുക്കറിയാം, അർജന്റീന മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കടന്നുകയറ്റം, ഒരു പ്രതീക്ഷിക്കാതെയുള്ള ഒരു മുന്നേറ്റമായിരുന്നു ഈ കേപ്പ് വെർഡയുടേത് എന്ന് പറയുന്നത്. കേപ്പ് വെർഡെ ചെറിയ മീനല്ല എന്ന് നമുക്ക് ഈ അർജന്റീന കേപ്പ് വെർഡെ മത്സരത്തിലൂടെ മനസ്സിലാവുന്ന കാര്യമാണ്. എന്തായാലും ഒരു ഗോളിന്, അതായത് 3-2 ഇപ്പോൾ അർജന്റീന ജയിച്ചിരിക്കുന്ന ആ സന്തോഷത്തിന്റെ ആവേശമാണ് ഈ കാണുന്നത്. എന്ന് തോന്നുന്നു കളി നല്ലുണ്ടായിരുന്നു, ഒന്നും പ്രതീക്ഷയില്ല. മെസ്സിയുടെ നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ഗോളെല്ലാം അടിപൊളി. കുറച്ച് പേടിച്ചെങ്കിൽ നമ്മൾ ജയിക്കുന്ന ഉറപ്പുണ്ട്. വേർത്തില്ലേ? അർജന്റീന വേർത്തോ? ജയിക്കുന്ന വിചാരിച്ചെങ്കിൽ എങ്ങനെ കളി സൂപ്പർ അല്ലേ? നമ്മൾ അർജന്റീനയിലെ കളിയാണ്, പിന്നെ അത് സൂപ്പർ ആയിക്കതാ. ചോദിച്ചോ വളരെ ആവേശത്തിലാണ് അർജന്റീന ആരാധകരെല്ലാം. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പാട്ടുപാടി ഡാൻസ് കളിച്ചുള്ള വലിയ ആഘോഷമായാണ് അർജന്റീന ഫാൻസ്. എന്തായാലും വളരെ പൊളിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു ഈ മണിക്കൂറുകളിൽ എല്ലാം നടന്നിട്ടുള്ളത്. അവർ നെഞ്ചിടത്തിലായിരുന്നു അർജന്റീന ആരാധകരുള്ളത്. വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ തിരൂരിലേക്ക് പോവുകയാണ്. തിരൂർ താഴെപ്പാലത്ത് ഗോകുൽ കെ വേണുഗോപാലുണ്ട്. ഗോകുൽ, മലപ്പുറംകാരുടെ ഫുട്ബോൾ ആവേശമൊക്കെ നമുക്ക് ഏറെ അറിയാം. ഇന്നീ മത്സരം തുടങ്ങുമ്പോൾ അവർ പ്രതീക്ഷിച്ചൊരു പ്രകടനമാണോ അർജന്റീനയുടെ ഭാഗത്തുണ്ടായത്? അവിടെ ഇപ്പോൾ മത്സരശേഷം ആരാധകർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിന് അതുതന്നെയാണ് മത്സരശേഷവും ആരാധകർ തമ്മിലുള്ള, പ്രത്യേകിച്ചും അർജന്റീനയുടെ ആരാധകരും കേപ്പ് വെർഡെക്ക് അനുകൂലമായി നിന്ന ആരാധകർ തമ്മിലുള്ള ഒരു വാഗ്വാദ സംവാദമൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ വലിയ നെഞ്ചിടിപ്പോട് കൂടി തന്നെയായിരുന്നു എല്ലാ ആളുകളും ഈ കളി കണ്ടത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഈ കളിയിൽ നിങ്ങൾ തൃപ്തരാണോ? പൂർണ്ണ തൃപ്തരാണ്. ഗാന എന്ന മന്ത്രവാദിന്റെ വർത്തമാനത്തിലല്ല, കോടിക്കണക്കിന് ജനങ്ങളെ മനസ്സിലാണ് അർജന്റീനയും ആരാധകരും അർജന്റീന ടീമും. ഈ ടീമിന് ആദ്യം ഞങ്ങൾ പറഞ്ഞിരിക്കണേ, സ്പെയിനിന് 2-4 സമനില നടത്താൻ, അല്ല ഉറുഗിനെ സ്പെയിനിന് 1-1 ലോക ചാമ്പ്യന്മാരാണ്. എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോയി. അതൊക്കെ സംഭവം ശരിയാണ്. ആ ടീമിനെ ഞങ്ങൾ വെറുതെ നിസാറായിട്ട് കാണുന്നില്ലെന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്. പിന്നെ ഞങ്ങളെ തോൽപ്പിക്കാനായിട്ട് ബ്രസീലുകാർ ഉറക്കൊഴിച്ചിരുന്നിരിക്കണം. അവരോട് പറയാനുള്ളത് ജയിച്ചിരിക്കണേ, അർജന്റീന ജയിച്ചിരിക്കണേ, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞങ്ങൾ 90 മിനിറ്റാണ് ഇതല്ല, ഞങ്ങൾ ജയിച്ചോ, ഞങ്ങൾ ടീം ജയിച്ചോ, ഞങ്ങൾ ടീം അർജന്റീനയുടെ ഈ കളിയിൽ നിങ്ങൾ തൃപ്തരാണോ? ഞങ്ങൾ തൃപ്തരാണ്. ഞങ്ങളെ കളി കണ്ടില്ല നിങ്ങൾ. ഇത്ര ഇതിൽ തൃപ്തരല്ലെങ്കിൽ പിന്നെ കളി മാറ്റി കളിച്ച് ഞങ്ങൾക്ക് ഒരു ബ്രസീലുകാരാണോ? ഇവർ 90 മിനിറ്റ് ഇവർക്ക് മിണ്ടാടുണ്ടായിരുന്നില്ല. അർജന്റീന ഇവര് മിണ്ടാടുണ്ടായിരുന്നില്ല.
വേൾഡിലെ നമ്പർ 1 ടീമാണ് അർജന്റീന. നിങ്ങളല്ലേ പറയും വേൾഡിലെ നമ്പർ 1 ടീമല്ലേ? എത്ര സ്ഥാനത്ത് കിടക്കണ് കേപ്പ് വെർദെ? പറയും കേപ്പ് വെർദെ ഈ 100 ചില്ലാ മിനിറ്റില് ഗോൾ അടിച്ച് ജയിക്കുന്ന എവിടെ എത്തി? അത് മാത്രല്ല ഇവർക്ക് ബ്രസീൽ അർജന്റീനക്കാർക്ക് ഇവിടെ മുട്ടാനാളില്ല. ബ്രസീലർ ജയിച്ചു. ഞാൻ ഒരു കാര്യം പറയാം, ബ്രസീലർ ജയിച്ചു. ഇവർ ആദ്യം പറഞ്ഞ മൊറോക്കൻ 6ാം സ്ഥാനത്തിരിക്കാണ്. മൊറോക്കനക്ക് 2 ടീം എത്രയാണ്? അവരെത്ര സ്ഥാനത്തിരിക്കുന്ന ടീമാണ്? ടീമിലല്ല ഇവരെ ആഹ്ലാദ പ്രകടനമൊക്കെ പറഞ്ഞാല് ബ്രസീലേര് കൊണ്ടെടുക്കണോ? ഇതിപ്പോ ഞങ്ങളെ പണി കഴിക്കണേ. എന്താ ചെയ്യാ? എന്താ വേൾഡിലെ നമ്പർ 1 ടീമാണല്ലോ. ഇതിപ്പോ കളി പുറകിലേക്കാണ് പോകുന്നത്. എന്തായാലും അർജന്റീനക്കാരും ബ്രസീലുകാരുമാണ് ഇവിടെ ഉള്ളത്. കേപ്പ് വെർദെയുടെ പ്രകടനത്തെ നമ്മൾ എന്തായാലും വിസ്മരിക്കാൻ സാധിക്കുന്നില്ല. ചരിത്ര താളുകൾ എഴുതി തരേണ്ടത് എന്താ പറയാനുണ്ട്? ഒരു ഗാന എന്ന് പറഞ്ഞ മന്ത്രവാദിന്റെ മനസ്സിലല്ല അർജന്റീന ആവേശകര്, കോടിക്കണക്കിന് ജനങ്ങളെ മനസ്സിലും മെസ്സി എന്ന ഫുട്ബോളിന്റെ മാന്ത്രികനെ കളിച്ച കളി കണ്ടില്ല. നിങ്ങൾ കണ്ടില്ലേ? അതിൽ വലിയ മാറ്റം ഉണ്ടോ? ഗോളി പറഞ്ഞു ഗോൾ അടിക്കൂലെന്നാ. ഒരു ഗോൾ അടിച്ചില്ലേ? ഈ പറഞ്ഞ മെസ്സിയൊക്കെ പെരിയില് എന്താ ഇവിടെ നടന്നത്? നിങ്ങളെന്നെ കണ്ടില്ല? ഇവരെന്നെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാ നിന്നത്. ഇവർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടാനുള്ള ഗ്യാപ്പ് ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഇവിടുത്തെ ചർച്ച എന്തായാലും അവസാനിക്കില്ല. എന്തായാലും കേപ്പ് വെർദെയുടെ കളിയെ നമ്മൾ അംഗീകരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. കാരണം ലോക ചാമ്പ്യന്മാരായിട്ടുള്ള 1ാം സ്ഥാനത്ത് ഫിഫ റാങ്കിൽ നിൽക്കുന്ന ഒരു ടീമിനെയാണ് ഈ രീതിയിൽ 3-2 എന്ന രീതിയിൽ പരാജയപ്പെട്ടെങ്കിലും അവിസ്മരണീയമായ ഒരു മത്സരം സമ്മാനിച്ചിട്ടുള്ളത്. തിരൂർ താഴെപ്പാലത്തെ ആഘോഷങ്ങൾ എന്തായാലും തീരുന്നില്ല. അർജന്റീനക്കാരും ബ്രസീലുകാരും തമ്മിലുള്ള ഒരു സംവാദം തുടരുകയാണ്. യെസ്, അതാണ് തിരൂരിൽ നിന്നുള്ള കാഴ്ച. ഈ ഫാൻസ് ഫൈറ്റാണ് കേരളത്തിലെ ഫുട്ബോൾ ലോകകപ്പ് വരുമ്പോഴുള്ള ഏറ്റവും വലിയ വിശേഷം. ഒരു അന്തം ഫാൻ എന്നൊക്കെ പറയാവുന്ന പോലെ ഒരു അർജന്റീന ഫാനാണ്. അർജന്റീന ഒരു വികാരമാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ മത്സരം മോശമായിരുന്നു, അല്ലെ പ്രകടനം മോശമായിരുന്നു എന്ന് പോലും സമ്മതിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. നമ്മൾ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അവിടെ അജ്മൽ ദിറാറുണ്ട്. അജ്മൽ, ഈ പലയിടത്തും ആഘോഷമാണ്. ശനിയാഴ്ച കൂടിയാണല്ലോ, അതുകൊണ്ട് തിരക്കിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മത്സരം കഴിഞ്ഞുവിടാൻ വേഗം വീട്ടിലേക്ക് പോകാൻ തിരക്കിട്ട് പിടിച്ച് പോകുന്ന ആളുകളെ നമ്മൾ കണ്ടു. പക്ഷേ ഇന്നങ്ങനെയല്ല. അവിടെ ആളുകൾ കൂടി തന്നെ നിൽക്കുന്നുണ്ട്. അവരുടെ ആഘോഷവും ആവേശവും ചോരുന്നില്ല അല്ലേ? പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ മത്സരത്തിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങി സമയം ഒരുപാട് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ ആവേശം കെട്ടടങ്ങുന്നില്ല. ആരാധകർ ഇപ്പോഴും അത്യാവേശത്തിലാണ്. അവർ ചാൻറ്റുകൾ തുടരുകയാണ്, പാട്ടുകൾ തുടരുകയാണ്. മെസ്സിയാണ് മിശിഹയാണ് ഞങ്ങളുടെ നായകൻ. മെസ്സിയാണ് മിശിഹയാണ് ഞങ്ങളുടെ നായകൻ. മെസ്സിയാണ് മിശിഹയാണ് ഞങ്ങളുടെ നായകൻ. അർജന്റീന 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 വാഴുക. അർജന്റീന 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 വാഴുക. മെസ്സിയാണ് മിശിഹയാണ് ഞങ്ങളുടെ നായകൻ. മെസ്സിയാണ് മിശിഹയാണ് ഞങ്ങളുടെ നായകൻ. ലോകകപ്പ് ഫൈനലിൽ കപ്പടിച്ചിട്ട് ഇതേ പാട്ട് ഇവിടെ നിന്ന് പാടും. ബ്രാച്ചുകൾ ഫാൻസ് ഇപ്പൊ പുതിയൊരു ജോഴ്സിനെ കാണാൻ പോയിട്ടുണ്ട്. മന്ത്രവാദത്തിൽ ഇടയ്ക്കൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അത് എപ്പോഴും തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിലെ പൂട്ടാൻ മന്ത്രവാദത്തിന് പറ്റൂല. അതാ പറയട്ടെ, മിശിഹയാണ് ഞങ്ങളുടെ നായകൻ. മിശിഹനെ കൂട്ടാൻ ആർക്കും പറ്റില്ല. ശരിയാണ്. അർജന്റീന ജയിച്ചു, ഒരു സംശയവും ഇല്ല. പുറത്തെ തോറ്റ് നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോയി. പക്ഷേ മെസ്സിയാണെന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഫുട്ബോൾ ദൈവം തന്നെ. പക്ഷേ ഇന്ന് മെസ്സിയുടെ പ്രകടനം ഇടയ്ക്ക് മെസ്സിയെ മാത്രം ആശ്രയിക്കുന്ന രീതിയിലേക്ക് അർജന്റീന മാറി. അതാണ് സ്കലോണിയുടെ ടാറ്റിക്സ്. നിങ്ങൾ നോക്ക്, ഇന്ന് എല്ലാവരും മെസ്സിയോടൊപ്പം, എല്ലാ ആളുകളും 4 പേരാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് ഏരിയൽ വ്യൂ എടുത്ത് നോക്കിയാൽ മതി, 4 പേര് ബോക്സ് ലെവലിലാണ് മെസ്സിയെ മാർക്ക് ചെയ്തത്. അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതും. ആ ബോക്സ് മാർക്കിൽ നിന്ന് പുറത്തു കടന്നു. കൃത്യമായിട്ട് സെക്കൻഡ് ഹാഫിന്റെ എക്സ്ട്രാ മിനിറ്റിൽ കൃത്യമായിട്ട് ലിസാൻഡ്രോ ഫെർണാണ്ടസിന് കിട്ടി, അടിച്ചു. അതാണ് ഒരു മികച്ച കോച്ച് എന്താണെന്ന് സ്കലോണി വീണ്ടും തെളിയിച്ചു. സ്കലോണിയുടെ സെഞ്ചുറി അടിച്ച വിജയം, 100ാമത്തെ അർജന്റീനയുടെ വിജയമാണ് ഇന്ന് സ്കലോണിയുടെ. മെസ്സി കഴിഞ്ഞാൽ ഇനി അർജന്റീനയ്ക്ക് മുന്നോട്ട് പോകണം. അർജന്റീനയ്ക്ക് ഇനിയും മുന്നോട്ട് പോകണം. ഇനിയിപ്പോ മെസ്സി കഴിഞ്ഞാൽ പ്രളയം എന്നൊരു അവസ്ഥയിലേക്ക് പോകും. നിക്കോ പാസ്, ലിസാൻഡ്രോ ഫെർണാണ്ടസ്, മൊലീന, അതോടൊപ്പം തന്നെ ആൽവാരസ്, ഡിബോള,
ഇതേപോലെ തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകുന്നത്. ഓഹരി കൈമാറ്റത്തിലൂടെ വിഴിഞ്ഞത്ത് MSCക്ക് കുത്തകാവകാശം ഉണ്ടാകില്ലെന്ന് അദാനി പോർട്ട് CEO അശ്വനി ഗുപ്ത. MSCക്കോ അവരുടെ അനുബന്ധ കമ്പനിക്കോ പ്രത്യേക ബർത്തവകാശങ്ങൾ ഉണ്ടാകില്ല. വിഴിഞ്ഞം ഓപ്പൺ ആക്സസ് തുറമുഖമായി തുടരും. പോർട്ടിന്റെ ഭൂരിപക്ഷ നിയന്ത്രണവും അദാനി ഗ്രൂപ്പിന് തന്നെയായിരിക്കും. കരാർപ്രകാരം കേരള സർക്കാരിന്റെ അനുമതി ലഭിച്ചതിനു ശേഷം മാത്രമേ ഓഹരി കൈമാറ്റം നടക്കുകയുള്ളൂ. അതിനാൽ അദാനി പോർട്ട് സർക്കാരുമായി ഉണ്ടാക്കിയ കരാറിൽ ലംഘനമുണ്ടായിട്ടില്ല എന്നാണ് അദാനി പോർട്ട് CEO അശ്വനി ഗുപ്തയുടെ വിശദീകരണം. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. അജ്മൽ, വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദം പ്രതിപക്ഷം ഉയർത്തിയെന്ന് മാത്രമല്ല, കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗത്തിന് സർക്കാരിനോട് ഇതിൽ ചില അതൃപ്തികളുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ അദാനി പോർട്സിന്റെ ഒരു വിശദീകരണം കൂടി വരുന്നത്. ഇതിൽ കാര്യങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? സർക്കാരിന്റെ തുടർ നീക്കം എന്തായിരിക്കും? ഈ പറഞ്ഞതുപോലെ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഏറ്റവും വലിയ ചർച്ചയായ വിഷയങ്ങളിൽ ഒന്നാണ് ഈ അദാനി പോർട്സ് ലിമിറ്റഡിന്റെ ഒരു പ്രഖ്യാപനം. അതായത് കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റമായിരുന്നു ആ പ്രഖ്യാപനം എന്ന് പറയുന്നത്. വിഴിഞ്ഞത്തിന്റെ 49% ഓഹരി യൂറോപ്യൻ ഷിപ്പിംഗ് കമ്പനിയായ MSCക്ക് കൈമാറുന്നു എന്ന പ്രഖ്യാപനമാണ് ഏറെ ഞെട്ടലോടെ കേരളം കേട്ടത്. പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നു. ഇത് സർക്കാർ അറിഞ്ഞിട്ടില്ല, മാധ്യമങ്ങളിലൂടെ മാത്രമാണ് സർക്കാരും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയായ താനും അറിയുന്നത് എന്നാണ് VD സതീശന്റെ നിയമസഭയിലെ പ്രതികരണമായിരുന്നത്. പിന്നാലെ ഇതിൽ പ്രതികരണവുമായി എത്തിയ പ്രതിപക്ഷ നേതാവ് ഇതൊരു കുത്തകവൽക്കരണത്തിലേക്കാണ് പോകുന്നത് എന്ന ആശങ്കയും രേഖപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി ഈ കമ്പനി പ്രതിനിധിയെ നേരിട്ട് കണ്ട് ഇതിൽ ഒരു അതൃപ്തി അറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ദിനപത്രങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ കമ്പനിയുടെ CEO ആയിട്ടുള്ള അശ്വനി ഗുപ്ത തന്നെ ഈ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു കൃത്യമായ ഒരു വ്യക്തത ഈ വിഷയത്തിൽ വരുത്തിയിരിക്കുന്നത്. അവർ പ്രധാനമായി പറയുന്ന 3 കാര്യങ്ങളാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് MSC കമ്പനിക്ക് ഈ പറയുന്ന അദാനി പോർട്സ് അവരുടെ ഓഹരി കൈമാറ്റം നടത്തിയതിൽ ഒരു കരാർ ലംഘനവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു നിയമപരമായ ഒരു ബൈൻഡിങ്, ഈ പറയുന്ന ഒരു കരാർ ബൈൻഡിങ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ പറയുന്ന കമ്പനിയുമായി അദാനി പോർട്സ് വെച്ചിട്ടുണ്ട്, MSC കമ്പനിയുമായി. അങ്ങനെ ഒരു ബൈൻഡിങ്ങിൽ പറയുന്നത് യഥാർത്ഥത്തിൽ 49% ഓഹരി ഇവർക്ക് കൈമാറുമെന്നാണ് പറയുന്നത്. ഈ പറയുന്ന ബൈൻഡിങ് കരാറിൽ പറയുന്ന 49% ഓഹരി കൈമാറുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴാണോ സർക്കാർ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത്, ഒരു അനുകൂല തീരുമാനമെടുക്കുന്നു, ആ സമയത്ത് മാത്രമേ ഈ കൈമാറ്റം നടക്കുകയുള്ളൂ എന്നാണ് നിലവിൽ MSC കമ്പനിയുമായി അദാനി പോർട്സ് വെച്ചിട്ടുള്ള കരാർ ബൈൻഡിങ്ങിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബൈൻഡിങ് കരാർ നേരത്തെ വെച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനൊരു നിലനിൽക്കുന്ന നിയമപരമായ കരാർ, ഒരു ബൈൻഡിങ് കരാർ ഇല്ലാത്ത പക്ഷം സർക്കാരിന്റെ മുൻകൂർ അനുമതിക്ക് വേണ്ടി ഈ വിഷയത്തിലേക്ക് കടക്കാൻ കമ്പനിക്കാകുമായിരുന്നില്ല. ആ നടപടിക്രമം പാലിച്ചുകൊണ്ട് ആദ്യം ഒരു ബൈൻഡിങ് കരാർ വെക്കുന്നു. ആ ബൈൻഡിങ് കരാറിന് പിന്നാലെ അതിനെ അടിസ്ഥാനമാക്കി വെക്കുന്നത് സർക്കാരിന്റെ അനുമതിയാണ്. ഈ സർക്കാരിന്റെ അനുമതി ലഭിക്കുകയാണ് എങ്കിൽ മാത്രമേ ഇത്തരത്തിൽ നിയമപരമായി ഈ വിഷയത്തിൽ മുന്നോട്ട് പോവുകയുള്ളൂ, കരാറുമായി മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ടൊരു കരാർ ലംഘനം അവിടെ നടന്നിട്ടില്ല. അത് മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ്. എന്നാൽ ഇതിലൊരു കുത്തകവൽക്കരണ ആരോപണവുമായി രംഗത്തെത്തിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുള്ള മറുപടിയാണ് രണ്ടാമത് ഇവർ പറയുന്നത്. അതിൽ പറയുന്നത് കുത്തകവൽക്കരണത്തെ പൂർണ്ണമായും കമ്പനി തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന MSC ഷിപ്പിംഗ് കമ്പനി ഇവിടേക്ക് വരുന്നു എന്നതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ബെർത്ത് അവിടേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. അതൊരു ഓപ്പൺ ആക്സസ് തുറമുഖമായി തന്നെ തുടരും. പ്രത്യേകിച്ച് കൺസെഷൻ കരാറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഏതൊരു കപ്പലിനും വന്ന് നങ്കൂരമിടാൻ കഴിയുന്ന, അവർക്ക് പ്രവേശനമുള്ള ഒരു ഓപ്പൺ ആക്സസ് തുറമുഖമായി തന്നെ ഇവിടെ തുടരും. അതിലേതെങ്കിലും തരത്തിലുള്ള കുത്തകവൽക്കരണം ഈ കരാറിന്റെ ഭാഗമായി സംഭവിക്കുകയില്ല എന്നുകൂടി കമ്പനിയുടെ CEO മാധ്യമങ്ങൾക്ക് നൽകിയ, ദിനപത്രങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അവസാനമായി ഇവർ പറയുന്നത് ഇതിന്റെ ഉടമസ്ഥാവകാശത്തിൽ ഒരു ആശങ്കയും വേണ്ട എന്നുള്ളതാണ്. കൺസെഷൻ കരാറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽക്കുന്നു എന്നതിനപ്പുറം അതിന്റെ ഭൂരിപക്ഷം, അതിന്റെ ഈ പറയുന്ന അതിന്റെ അധികാരവും അല്ലെങ്കിൽ അതിന്റെ ഓഹരിയും കൈയാളുന്നത് ഈ പറയുന്ന അദാനി പോർട്സ് തന്നെയാണ്. അതിലേക്കൊരു കടന്നുകയറ്റത്തിന് MSC കമ്പനിക്ക് ആകില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ ഡയറക്ടർ ബോർഡിലെ ഭൂരിഭാഗം അംഗങ്ങളെയും നിയമിക്കുകയും ഈ പറയുന്നത് അദാനി കമ്പനി തന്നെയായിരിക്കും. അതിലും MSCക്ക് അധികമായി ഇടപെടാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ കരാർ ലംഘനം നടന്നിട്ടില്ല, ഒരു കുത്തകവൽക്കരണത്തിന്റെ ഒരു ലാഞ്ചനയുമില്ല. അതുമാത്രമല്ല, ഈ കരാറുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഷിപ്പിംഗ് കമ്പനിക്ക് ഒരു പ്രത്യേക അധികാരമോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഉടമസ്ഥാവകാശമോ ഇതിൽ നൽകില്ല എന്നുള്ള ഒരു വ്യക്തമാക്കലാണ്, അല്ലെങ്കിൽ ഒരു നിലപാട് പറയലാണ് യഥാർത്ഥത്തിൽ അശ്വനി ഗുപ്തയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏതായാലും സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഈ കൺസെഷൻ കരാർ, അതായത് കമ്പനി തന്നെ സൂചിപ്പിച്ച ഈ കമ്പനിയും നിർമ്മാണ ചുമതലയുള്ള അദാനി പോർട്സ് തമ്മിലുള്ള കൺസെഷൻ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്ത ശേഷം മാത്രമായിരിക്കും സർക്കാർ ഇതിലൊരു നടപടി സ്വീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നാണ് ഇതിൽ. ശരി, അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സർക്കാരിന്റെ തുടർ നടപടികൾ വളരെ നിർണായകവുമാണ്. ഇടുക്കി അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തബാധിതരുടെ സമരപ്പന്തലിന് സമീപം ദേശീയപാതയിലേക്ക് കല്ലും മണ്ണും പതിച്ചു. ഇന്നലെ രാത്രിയിലുണ്ടായ കനത്ത മഴയിലാണ് സംഭവം.
അപകടാവസ്ഥയിലുള്ള മൺതിട്ടയിൽ താഴെയാണ് ദുരന്തബാധിതർ സമരം ചെയ്യുന്നത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, എന്താണ് ഇന്നലെ സംഭവിച്ചത്? അവിടെ ഇപ്പോൾ സാഹചര്യം എങ്ങനെയാണ്? അതിന് അർഹമായ നഷ്ടപരിഹാരം ഉൾപ്പെടെ ലഭ്യമായില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടി ദുരന്തബാധിതർക്ക് വേണ്ടി ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ കെട്ടി സമരം ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഈ അടിമാലിയിലെ ദുരന്തബാധിതർ നടത്തുന്നത്. അതിന് സമീപത്തായാണ് ഈ കല്ലും മണ്ണും റോഡിലേക്ക് പതിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കേണ്ട കാര്യം. മുൻപ് ജൂൺ മാസത്തിൽ മഴ തുടങ്ങിയ സമയത്ത് ഈ സ്ഥലം ആദ്യം മണ്ണും കല്ലും റോഡിലേക്ക് പതിച്ചിരുന്നു. അന്ന് ഇതുവഴി ഗതാഗതം ഉൾപ്പെടെ നിയന്ത്രിക്കുകയും ചെയ്തതാണ്. അതിന് തൊട്ടടുത്താണ് ഇവരുടെ ഈ സമരം ആളുകൾ കുടിൽ കെട്ടി നടത്തുന്നത് എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇവരെ ഇവിടെ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയോ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. MLA മാത്രമാണ് എത്തിയത്. MLA വന്ന് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ രേഖാമൂലമുള്ള ഒരു ഉറപ്പ് ലഭിക്കാത്തത് കൊണ്ടാണ് സമരം തുടരുന്നത്. 2 ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നിരാഹാര സമരമായി ഈ പ്രതിഷേധ സമരത്തെ മാറ്റും എന്നുള്ളത് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കുടിൽ കെട്ടിയുള്ള സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ അടിയന്തരമായി ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലായെങ്കിൽ മഴ തുടർന്നാൽ വീണ്ടും അവിടെ മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ശരി, അധികൃതരുടെ ഇടപെടൽ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ചൊവ്വാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് നിരോധനം തുടരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാറും കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണിയും കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം അജ്മലിലേക്കാണ്. അജ്മൽ, കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ്? ഏത് രീതിയിലാണ് സംസ്ഥാനത്തെ പൊതുവിലുള്ള സാഹചര്യം? ഇതിന് ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തിയ മഴ വീണ്ടും സംസ്ഥാനത്ത് ശക്തമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിലൊക്കെ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ ഇപ്പോഴും ഒരു ശമനവുമില്ലാതെ ശക്തമായി തന്നെ തുടരുകയാണ്. ഇത് തിരുവനന്തപുരത്തിന്റെ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിന്റെ അവസ്ഥയാണെങ്കിൽ കേരളത്തിൽ മുഴുവൻ ഈ വ്യാപകമായ മഴയ്ക്ക് തന്നെയാണ് തുടർന്നുള്ള ദിവസങ്ങളിലും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അത് ചൊവ്വാഴ്ച വരെ ഈ വ്യാപക മഴയ്ക്കും അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്നിപ്പോൾ 11 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ കൊല്ലത്തും ആലപ്പുഴയിലും ഒഴിച്ചു ബാക്കി കേരളത്തിലെ 11 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ മുഴുവൻ ജില്ലകളിലും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എല്ലാ വടക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ സംസ്ഥാനത്ത് ഈ പറയുന്ന പോലെ മത്സ്യബന്ധന നിരോധനം കൂടി തുടരുകയാണ്. പ്രത്യേകിച്ച് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധന തൊഴിലാളികൾ മീൻപിടുത്തത്തിനായി പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. അതുകൂടാതെ ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്നിപ്പോൾ രാത്രി 11:30 വരെ 3 മുതൽ 3.3 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കൂടി ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ശക്തമായ മഴയ്ക്ക് സാധ്യത, അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും ഈ പറയുന്ന ഉയർന്ന തിരമാലയ്ക്കുമൊക്കെ സാധ്യത ഉള്ളതിനാൽ പൊതുജനങ്ങൾ അധികൃതരുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും മുന്നറിയിപ്പുണ്ട്. ശരി, തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങളാണ് അജ്മൽ ദിറാർ നൽകിയത്. ഇനി കൊച്ചിയിലേക്ക് വന്നാൽ അവിടെ ആൻമരിയ സണ്ണി ചേരുന്നുണ്ട്. ആൻമരിയ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്, ശക്തമായ മഴ കൊച്ചിയിലൊക്കെ തന്നെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ അവസ്ഥ? വെരി ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ മഴയാണ്, പക്ഷേ അതിശക്തമായിട്ടുള്ള മഴ അത് രാവിലെ പെയ്യുന്നില്ല. ഇന്നലെ രാത്രി അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ടായെങ്കിലും ആ മഴയുടെ ശക്തിക്ക് അല്പം ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും മഴ കുറഞ്ഞിട്ടില്ല. പക്ഷേ മലയോര മേഖലകളിലൊക്കെ മഴ ഇപ്പോഴും തന്നെ ആ രീതിയിൽ തന്നെ ശക്തമായി തന്നെ പെയ്യുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ അറിയിച്ചിരുന്ന മുന്നറിയിപ്പുകൾ അത് കൊച്ചി നഗരത്തിൽ നോക്കുകയാണ് എങ്കിൽ ആ മുന്നറിയിപ്പുകളൊക്കെ തുടരുകയാണ്. നഗരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലുമൊക്കെ പൊതുവായിട്ടുള്ള ജാഗ്രത നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ
മണ്ണിടിച്ചിൽ സാധ്യതയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇടുക്കി പോലെയുള്ള മലയോര മേഖലകളിലേക്കുള്ള യാത്രയൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെയാണെങ്കിൽ പോലും മഴ ഇപ്പോഴും തുടരുകയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി അറിയിച്ചിരിക്കുന്നു. ഒപ്പം തീരദേശ മേഖലകളിലേക്ക് വരികയാണ് എങ്കിൽ ശക്തമായിട്ടുള്ള കടലാക്രമണ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അതിപ്പോഴും തുടരുകയാണ്. ആ രീതിയിൽ ശക്തമായിട്ടുള്ള ഒരു കടലാക്രമണം തുടരുകയാണ് എങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പിന്നീട് ഈ മഴയ്ക്കൊപ്പം വരുന്ന ഈ കാറ്റ്, അതിൽ ഒരു ശ്രദ്ധയുണ്ടാകണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഈ മരങ്ങൾ കടപുഴകി വീഴാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പിന്നീട് മലയോര മേഖലകളിലേക്ക്, അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ കൊച്ചി നഗരത്തിൽ സാധാരണ നിലയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വെള്ളക്കെട്ട്, അത് ഇത്തവണത്തെ മഴയിൽ എന്തായാലും ആ രീതിയിൽ അതിരൂക്ഷമായിട്ടുള്ള ഒരു വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിട്ടില്ല. നിലവിൽ ഇപ്പോഴാണെങ്കിൽ പോലും വെള്ളക്കെട്ടുകളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. മഴ ഈ രീതിയിൽ തന്നെ തുടരുകയുണ്ട്. രാവിലെ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് മഴ കുറഞ്ഞിട്ടുമില്ല. അമൃത. ആൻമരിയ സന്നിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടേക്ക് പോവുകയാണ്. വർഷ ഗിരിച്ചിരുന്നു. വർഷ, വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കാസർഗോഡും കോഴിക്കോടുമെല്ലാം ചെറിയ മഴ കനക്കുമ്പോൾ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്താണ് വടക്കൻ കേരളത്തിലെ ഇന്നത്തെ സാഹചര്യം? ഗുഡ് മോർണിംഗ് അമൃത, ദിൽന. കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും ചാറ്റൽ മഴയായിട്ടാണെങ്കിലും മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വടക്കൻ കേരളത്തിൽ 5 ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും മഴ പെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് വിവിധ ബ്യൂറോകളിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്നാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഇന്നലെ മുതൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. മഴ കനക്കുമ്പോൾ ആകെയുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇതാണ്. ഈ കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്ന മേഖലയാണ് പ്രധാനമായും ഈ മലബാർ മേഖല എന്ന് പറയുന്നത്. വിവിധ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉൾപ്പെടെ വിവിധ രീതിയിലുള്ള ആശങ്കകൾ വടക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വടകരയും കാസർഗോഡുമെല്ലാം ദേശീയപാതയിൽ മണ്ണിടിഞ്ഞത്. അതോടൊപ്പം തന്നെ കൂടുതൽ മലയോര മേഖലകളും ഈ വടക്കൻ കേരളത്തിലെ പല ജില്ലകളിലും ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെയുള്ളവരോടെല്ലാം പ്രത്യേക ജാഗ്രത പുലർത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കണ്ണൂർ കാസർഗോഡ് തീരദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ വേണമെന്നുള്ള കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. എന്തായാലും ഈ 5 വടക്കൻ കേരളത്തിലെ 5 ജില്ലകളോടും പ്രത്യേക ജാഗ്രത പുലർത്താൻ വേണ്ടി തന്നെയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാരണം ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ശക്തമായ കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. അതാണ് ഈ മഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പലപ്പോഴും ശക്തമായ കാറ്റാണ് പലയിടങ്ങളിലും വീശുന്നത്. നിരവധി മരങ്ങൾ കടപുഴകി വീഴുന്നുണ്ട്, വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കൂടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസവും ഇന്ന് ഇതുവരെയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. അപ്പോഴും ജാഗ്രത പുലർത്തേണ്ട പല മേഖലകളും ഈ വടക്കൻ വയനാട്, കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുണ്ട്. ഈ വിലങ്ങാട് ഉൾപ്പെടെ അതീവ ജാഗ്രത നൽകേണ്ട മേഖലയാണ്. മുൻപുണ്ടായ ദുരന്തങ്ങളൊന്നും നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. ഇതെല്ലാം മഴ കറക്കുകയാണ്. ഏതായാലും ഇന്നിപ്പോൾ 11 ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അധികൃതർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതുപോലെ പാലിക്കുക എന്നത് മാത്രമാണ് പറയാനുള്ളത്. മഹാരാഷ്ട്രയിലും കനത്ത മഴ തുടരുകയാണ്. മുംബൈ, താനെ, പാൽഘർ, രായ്ഗഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. താനെയിലും പാൽഘറിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. മുംബൈയിൽ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ തുറന്നിട്ടുണ്ട്. ബൈക്കിന് മുകളിൽ മരം വീണ് മീരാ ഭയന്ദർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയറുടെ മകൻ മരിച്ചു. രാഹുൽ പട്ടീൽ എന്ന 35-കാരനാണ് മരിച്ചത്. തെക്കൻ ഗുജറാത്തിലും ജുനാഗഡ് ജില്ലയിലും മഴക്കെടുതി രൂക്ഷമാണ്. പല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കം സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. 24 ബിസിനസ് എക്സലൻസ് അവാർഡ് വിതരണം ഇന്ന്. കൊച്ചി ക്രൗൺ പ്ലാസയിൽ നടക്കുന്ന പരിപാടിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അവാർഡുകൾ വിതരണം ചെയ്യും. വൈകിട്ട് 5 മണിക്കാണ് പുരസ്കാരദാന ചടങ്ങ്. The 24 Business Excellence Awards 2026, returning for its spectacular 3rd edition with our esteemed chief guest, Sri Ramesh Chennithala. സംരംഭക മികവിന് ആദരമൊരുക്കുകയാണ് 24. 15 വിഭാഗങ്ങളിലായാണ് 24 ബിസിനസ് അവാർഡ്സ്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ KV അശോകനാണ് പാരിസ്ഥിതിക സുസ്ഥിരതയിലെ മികവിനുള്ള പുരസ്കാരം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവുറ്റ പ്രവർത്തനത്തിന് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ P. കൃഷ്ണദാസ് അർഹനായി. ജ്വല്ലറി രംഗത്തെ മികവിന് മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട് CEO റഫീഖ് മോൻ എമ്മിനാണ് പുരസ്കാരം. സാമൂഹിക ഉത്തരവാദിത്തത്തിനുള്ള പുരസ്കാരം വിഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെയും വിഗാർഡ് ഫൗണ്ടേഷന്റെയും ഡയറക്ടർ ഡോക്ടർ റീന മിഥുൻ ചിറ്റിലപ്പള്ളിക്കാണ്. സ്വർണ്ണപ്പണയ രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് UGS ഗോൾഡ് ലോൺ മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ടിനാണ് പുരസ്കാരം. മികച്ച IAS അക്കാദമിക്കുള്ള പുരസ്കാരം ഫോർച്യൂൺ IAS അക്കാദമി ഡയറക്ടർ സൈലേഷ് ഫെർണാണ്ടസിനാണ്. ആയുർവേദ മരുന്ന് നിർമ്മാണ രംഗത്തെ മികവിന് MVM ആയുർവേദിക് റിസർച്ച് ലാബ് പാർട്ട്ണർ
ഡോക്ടർ ഷാനു കെ ബാബുവിനും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റ് വിഭാഗത്തിനുള്ള പുരസ്കാരം ഹെയറുഡെന്റ് MD ഡോക്ടർ ശ്രീനാഥ് എസിനുമാണ്. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് MD പീറ്റർ പോൾ പിട്ടാപ്പിള്ളിലിനാണ് ഇലക്ട്രോണിക് ഹോം അപ്ലയൻസസ് രംഗത്തെ മികവിനുള്ള പുരസ്കാരം. TBPL ഹോംസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ K. പത്മകുമാറിനാണ് മികച്ച ബിൽഡേഴ്സിനുള്ള പുരസ്കാരം. ഐസ്ക്രീം നിർമ്മാണ രംഗത്തെ മികവിന് ട്രീസാസ് ഫുഡ് ക്രാഫ്റ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് MD ജോസഫ് M. കടമ്പുകാട്ടിലിന് പുരസ്കാരം ലഭിച്ചു. മികച്ച ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷനുള്ള പുരസ്കാരം ആബേ സർവീസസിനാണ്. നിർമ്മാണ സാമഗ്രികളുടെ മികവിനുള്ള പുരസ്കാരം കള്ളിയത്ത് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിർഷ K. മുഹമ്മദിന് ലഭിച്ചു. റിയലോക്സി ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ആപ്ലിക്കേഷന്റെ ഫൗണ്ടറും CEOയുമായ ലുക്മാനുൽ ഹക്കീമിനാണ് മികച്ച ഇന്നൊവേറ്റീവ് ആപ്പിനുള്ള പുരസ്കാരം. ബിസ്ക്കറ്റ് നിർമ്മാണ രംഗത്തെ മികവിന് ക്രേസ് ബിസ്ക്കറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ അലി സിയാൻ ചൊവ്വഞ്ചേരി അർഹനായി. ന്യൂസ് ഡെസ്ക് 24. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 10 പ്രതികളുടെ ജാമ്യ ഹർജിയിൽ ഇന്നും വാദം തുടരും. പ്രതികൾക്ക് രാഷ്ട്രീയ വൈരാഗ്യമുണ്ടെന്നായിരുന്നു ED ഇന്നലെ കോടതിയിൽ വാദിച്ചത്. അജ്മൽ ദിറാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി. അജ്മൽ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇന്നും വാദം തുടരുകയാണ് ജാമ്യ ഹർജിയിൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏത് രീതിയിലായിരുന്നു ഈ വാദങ്ങൾ പുരോഗമിച്ചത്? അമൃത, ഈ ED ഉദ്യോഗസ്ഥരെ, അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 10 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഇന്നലെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്മേലുള്ള വാദം ഇന്നലെ നടന്നതിന്റെ തുടർച്ച ഇന്നും നടക്കും. പ്രത്യേകിച്ച് 9ാം പ്രതി ഹരീഷ് കുമാറിന് ജാമ്യം കിട്ടിയ പശ്ചാത്തലത്തിൽ ഈ 10 പേരുടെ ജാമ്യാപേക്ഷയിന്മേലുള്ള വാദം പ്രധാനമാണ്. അതിൽ ഇന്നലെ കോടതിയിൽ നടന്ന വാദത്തിൽ പ്രധാനമായും ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചത് പ്രതികളുടെ ഭാഗത്തു നിന്ന് ഗൂഢാലോചന ആക്രമണവും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതായത് സർക്കാരിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് ഇന്നലെ കോടതിയിൽ വ്യക്തമായിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥരെ ഈ CPM പ്രവർത്തകർ ആക്രമിച്ചിട്ടുണ്ട്, അതിൽ കൃത്യമായൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ്. അതോടൊപ്പം തന്നെ ഇവർ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ എടുത്ത ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് നേരത്തെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഉണ്ടായിരുന്ന ഗീനാകുമാരി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് നേരത്തെ സ്വീകരിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഗീനാകുമാരി അന്ന് കോടതിയിൽ പറഞ്ഞത് വാദം തുടരുന്നുണ്ട്, കേസിൽ കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് 9ാം പ്രതിക്ക് ജാമ്യം കിട്ടിയത്. അന്ന് കോടതിയെ ഗീനാകുമാരി തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് അല്ലെങ്കിൽ വാദമാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് നിലവിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിലെ EDയുടെ വാദം എന്ന് പറയുന്നത് EDക്കെതിരെ നടന്ന ഒരു രാഷ്ട്രീയ പ്രേരിതമായ ആക്രമണമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികളോട് പ്രതികൾക്കുള്ള ഒരു പ്രത്യേക വിരോധം അല്ലെങ്കിൽ ഒരു പ്രത്യേക വൈരാഗ്യം, അതിന്റെ പ്രകടനമാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. കുറ്റകൃത്യം ഗൗരവമാണെന്ന് EDയും വാദിക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേരുടെയും വാദങ്ങളെ തള്ളിക്കളഞ്ഞ പ്രതിഭാഗം പറയുന്നത് ഈ പറയുന്ന ED രാഷ്ട്രീയ പ്രേരിതമാണ്, തങ്ങൾക്കെതിരെയുള്ള ആക്രമണം എന്ന് വാദിക്കുന്നതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ വാദം. അങ്ങനെ ഒന്നല്ല സംഭവിച്ചത്. അവിടെ നടന്ന സ്വാഭാവിക ആക്രമണമാണ്. ഇത് CPM ആദ്യം മുതലേ വാദിക്കുന്നതും പറയുന്നതും ഇങ്ങനെ തന്നെയാണ്. അവിടെ നടന്ന ഒരു സ്വാഭാവിക പ്രവർത്തകരുടെ ഒരു സ്വാഭാവിക പ്രതികരണമാണ്, അത്തരത്തിലുള്ള ഒരു ആക്രമണമാണ് അവിടെ നടന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇന്നലെ കോടതിയിലും ഈ പറയുന്ന CPMന് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതികൾക്ക് വേണ്ടി എന്ന് വേണം പറയാൻ, പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഏതായാലും കേസിലെ വാദം പുരോഗമിക്കുകയാണ്. 10 പ്രതികളുടെ ജാമ്യാപേക്ഷയിന്മേലുള്ള വാദമാണ് ഇന്നും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ തുടരുന്നത്. INTUC സംസ്ഥാന അധ്യക്ഷൻ R. ചന്ദ്രശേഖരനെതിരായ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ വിവാദ പ്രോസിക്യൂഷൻ ഉത്തരവ് തിരുത്തും. ഉത്തരവ് തിരുത്തണമെന്നാവശ്യപ്പെട്ട് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അഡ്വക്കേറ്റ് ജനറൽ കത്ത് നൽകിയതിന് പിന്നാലെയാണ് സർക്കാരിന്റെ നീക്കം. കോടതി ഉത്തരവനുസരിച്ച് പ്രോസിക്യൂഷൻ അനുമതി എന്ന ഭാഗം തിരുത്തി വേണ്ട കൂട്ടിച്ചേർക്കലുകളുമായി ഉത്തരവ് 2 ദിവസത്തിനകം കോടതിയിൽ സമർപ്പിക്കും. അടുത്ത ബുധനാഴ്ചയാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. CBI നിലവിൽ കുറ്റപത്രം നൽകിയെങ്കിലും അഴിമതി നിരോധന നിയമം കൂടി ചേർത്ത് പുതിയ കുറ്റപത്രം വീണ്ടും സമർപ്പിക്കും. തുടർന്നായിരിക്കും വിചാരണ ആരംഭിക്കുക. ശ്വേതാ മേനൻ നിയമയുദ്ധം തുടങ്ങിയതോടെ അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ കടുത്ത പ്രതിസന്ധി. അഡ്ഹോക് കമ്മിറ്റിക്ക് കോടതി താൽക്കാലിക വിലക്കേർപ്പെടുത്തിയതിന് പിന്നാലെ കമ്മിറ്റി കൺവീനർ രമേശ് പിഷാരടി രാജിവെച്ചത് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കി. സംഘടനയെ കോടതി കയറ്റിയ ശ്വേതയ്ക്കെതിരെ ഇന്ന് കൂടുതൽ താരങ്ങൾ പ്രതികരിച്ചേക്കും. അതേസമയം അൻസിബ ഹസനും മാലാ പാർവതിയും ഉൾപ്പെടെ പുതിയ വെളിപ്പെടുത്തലുമായി രാവിലെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അൻമരിയ, ഈ അമ്മയിലെ തർക്കം അത് ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? വലിയ പ്രതിസന്ധി
പ്രതിസന്ധിയിലേക്ക് താരസംഘടനയായിട്ടുള്ള അമ്മ കിടക്കുകയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഒരു പ്രശ്ന പരിഹാരത്തിനായി രൂപീകരിച്ചിരിക്കുന്ന അഡ്ഹോക് കമ്മിറ്റിക്ക് കോടതിയുടെ വിലക്കുണ്ടാകുന്നു. ഇനി അങ്ങോട്ടേക്കുള്ള അമ്മയുടെ പോക്ക് എങ്ങനെയെന്നതാണ് നമുക്ക് അറിയാനായിട്ടുള്ളത്. രമേശ് പിഷാരടി ഇന്നലെ കൺവീനർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ശ്വേത ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങൾക്ക് നിലവിൽ തുടരാമെന്നതാണ് ഈ കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണ് എങ്കിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാതെ ശ്വേത പടിയിറങ്ങുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഒരു നിയമയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ കോടതി കയറി ഇറങ്ങുന്നതിന് അല്ലെങ്കിൽ അമ്മയെ കോടതി കയറ്റുന്നതിന് തനിക്ക് താല്പര്യമില്ല എന്നാണ് രമേശ് പിഷാരടി പറയുന്നത്. പക്ഷേ ശ്വേതയുടെ ഇന്നലെ ഉണ്ടായ പ്രവർത്തികൾ അത് അമ്മയിലുള്ള ചില അംഗങ്ങൾക്ക് എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. അവർ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ആണെങ്കിൽ തന്നെ ശ്വേതാ മേനോനും അതോടൊപ്പം തന്നെ രമേശ് പിഷാരടി തമ്മിൽ സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ രമേശ് പിഷാരടി അത് ലീക്കായിട്ടുള്ളതല്ല, ഒരു റിലീസാണ് എന്ന് രമേശ് പിഷാരടി പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശ്വേതാ മേനോൻ ആ സംഭാഷണം പുറത്തുവിട്ടത് എന്ന രീതിയിലാണ് ഇപ്പോൾ അമ്മയിലുള്ള ചില അംഗങ്ങൾ പറയുന്നത്. അപ്പോൾ അത് ശ്വേതാ മേനോനെതിരെ ആ അംഗങ്ങൾ തിരിയുകയാണ് ചെയ്യുന്നത്. അതൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പ്രവൃത്തിയാണ് എന്നാണ് അവർ പറയുന്നത്. വേണമെങ്കിൽ രമേശ് പിഷാരടിക്ക് കോടതി ഇക്കാര്യത്തിൽ അമ്മ എന്നൊരു സംഘടനയിൽ പുറത്തു നിൽക്കുകയാണ് എങ്കിൽ തനിക്കെതിരെ വന്നിരിക്കുന്ന ആ നീക്കത്തിനെതിരെ രമേശ് പിഷാരടിക്ക് കോടതിയെ സമീപിക്കാനാകും. അങ്ങനെ പിഷാരടി ഇനി കോടതിയെ സമീപിക്കുമോ എന്നുള്ളതും ഇനി അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രതിസന്ധികളെല്ലാം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഉഷാ ഹസീനയും അതോടൊപ്പം തന്നെ അൻസിബ ഹസൻ, മാലാ പാർവതി, മായ വിശ്വനാഥ് അടക്കമുള്ളവർ ഇന്ന് മരടിൽ വെച്ച് രാവിലെ 9 മണിക്ക് മാധ്യമങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉഷാ ഹസീന ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് കടിച്ചു തൂങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അനുവദിക്കുകയില്ല, അമ്മ ഓഫീസിന് മുൻപിൽ നിന്ന് സമരം ചെയ്തിട്ടാണ് എങ്കിലും ഈ ഭരണസമിതിയെ ഞങ്ങൾ ഇവിടെ നിന്ന് രാജിവെപ്പിക്കും എന്ന രീതിയിലാണ് ഉഷാ ഹസീന പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പോസ്റ്റിന്റെ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്കുള്ള അവരുടെ നീക്കം എന്താണ്, അല്ലെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും ഇന്ന് ഉണ്ടായേക്കുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കൂടുതൽ പ്രതിസന്ധികളിലേക്ക് സംഘടന കടക്കുകയാണ്. ഇനി എങ്ങോട്ടേക്ക് എന്തായിരിക്കും തുടർന്നുള്ള നീക്കമെന്നും അറിയത്തില്ല. മുതിർന്ന താരങ്ങൾ അടക്കമുള്ളവർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഈ വിഷയങ്ങളിൽ ഉൾപ്പെടെ. അപ്പോൾ മുതിർന്ന താരങ്ങളുടെ ഒരു തീരുമാനമടക്കം ഇതിൽ നിർണായകമായിട്ട് ഇനി വരും. ഇന്നലെ രമേശ് പിഷാരടി മാധ്യമങ്ങളെ കാണുന്ന സമയത്താണെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് ജനറൽ ബോഡി യോഗം ഉടൻ ചേരണമെന്നാണ് അദ്ദേഹത്തിന് താല്പര്യമെന്ന് പറയുന്നു. കാരണം ആ ജനറൽ ബോഡി യോഗം ഉടൻ ചേർന്ന അടുത്ത ഭരണസമിതിയെ തീരുമാനിക്കുക അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുക എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ള കാര്യം. അതിനുള്ളിൽ തന്നെ കണക്കുകളിലെ ചില അപര്യാപ്തത, അതോടൊപ്പം തന്നെ താരസംഘടന അമ്മയിലെ ഈ അഴിമതി ആരോപണം അടക്കമുള്ള കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തുവിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ശ്വേത. അതിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടിരിക്കും. ഇന്നലെ പുറത്തു വന്ന ആ ഫോൺ സംഭാഷണത്തിൽ 5 ക്ലയന്റുകൾക്ക് പണം നൽകുന്നത് തനിക്കറിയാം എന്ന കാര്യം കൂടി, അല്ലെങ്കിൽ പണം നൽകിയ കാര്യം തനക്കറിയാം എന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ തെളിവുകളും ശ്വേത പുറത്തുവിട്ടിരിക്കും. എന്തായാലും കടുത്ത പ്രതിസന്ധിയിലേക്ക് സംഘടന കടക്കുകയാണ്. ഇതെല്ലാം അൻമരിയ സന്നിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലറും കാപ്പ കേസ് പ്രതിയുമായ R. സുഗതന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലും തിരുവനന്തപുരം വെള്ളക്കടവിൽ ക്ഷേത്രോത്സവത്തിനിടെ ഒരാളെ ആക്രമിച്ച കേസിലുമാണ് സുഗതൻ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരുന്നത്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് സുഗതനെതിരെ ചുമത്തിയിരിക്കുന്നത്. കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത സുഗതനെ കോടതി വിയ്യൂർ ജയിലിലേക്ക് മാറ്റിയിരുന്നു. കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ തൃക്കാക്കര ഏരിയ കമ്മിറ്റിയും കേരളത്തിലെ പ്രമുഖ ഹൃദ്രോഗ സംഘടനകളും സംയുക്തമായി ഹൃദയവർഷം എന്ന പേരിൽ സൗജന്യ ഹൃദ്രോഗ സാധ്യതാ നിർണയ ക്യാമ്പയിൻ ആരംഭിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൽ 30നും 65നും ഇടയിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. നിലവിൽ ഹൃദ്രോഗമോ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഗുരുതര രോഗങ്ങളോ ഇല്ലാത്തവർക്കും ഈ ക്യാമ്പയിനിൽ പങ്കാളികളാകാം. ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള ആദ്യത്തെ ക്യാമ്പ് ഞായറാഴ്ച പൊന്നുരുന്നി SPYLP സ്കൂളിൽ കനിവിന്റെ ജില്ലാ പ്രസിഡന്റ് S. സതീഷ് ഉദ്ഘാടനം ചെയ്യും. കനിവിന്റെ ജില്ലാ ഡയറക്ടർ ബോർഡ് അംഗമായ ഡോക്ടർ ജോ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും. പ്രീമിയം ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഭീമ ജ്വല്ലേഴ്സിൽ ഡാസ്ലിംഗ് ഡയമണ്ട് ഡേയ്സ് ഓഫറിന് തുടക്കമായി. ഭീമ ചെയർമാൻ ഡോക്ടർ B. ഗോവിന്ദൻ, മാനേജിംഗ് ഡയറക്ടർ സുഹാസ് MS, തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ ആശാനാഥ് എന്നിവർ ചേർന്ന് ഓഫർ ഉദ്ഘാടനം ചെയ്തു. ഓഫർ കാലയളവിൽ ഓരോ ക്യാരറ്റിനും 25,000 രൂപ ഫ്ളാറ്റ് ഡിസ്കൗണ്ടും ഡയമണ്ട് ആഭരണങ്ങളുടെ പണിക്കൂലിയിൽ 25% വരെ ഇളവും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യുന്നവർക്ക് ഓരോ പവനും 2,000 രൂപയുടെ അധിക ആനുകൂല്യവും ലഭിക്കും. ജൂലൈ 3 മുതൽ 12 വരെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ശാഖകളിൽ ഡാസ്ലിംഗ് ഡയമണ്ട് ഡേയ്സ് ഓഫർ ലഭ്യമാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കായി വാട്സാപ്പ് ഉപയോഗിക്കുന്നവർക്ക് തിരിച്ചടിയായി മെറ്റയുടെ പുതിയ പരിഷ്കാരം. ChatGPT, കോഡ് തുടങ്ങിയ തേർഡ് പാർട്ടി AI മോഡലുകൾ ഉപയോഗിച്ച് വാട്സാപ്പിൽ ചാറ്റ് ബോട്ടുകൾ പ്രവർത്തിപ്പിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന് കനത്ത ഫീസ് ഈടാക്കാനാണ് മെറ്റയുടെ നീക്കം.
തേർഡ് പാർട്ടി AI മോഡലുകൾ ഉപയോഗിച്ച് വാട്സപ്പിൽ ചാറ്റ് ബോട്ടുകൾ പ്രവർത്തിപ്പിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് തിരിച്ചടി. ഒക്ടോബർ 1 മുതൽ സ്ഥാപനങ്ങൾ കനത്ത ഫീസ് നൽകണം. നിലവിൽ AI ഏജന്റുകൾക്ക് വാട്സപ്പ് ഫീസ് ഈടാക്കുന്നില്ലെന്നിരിക്കെയാണ് ഈ അപ്രതീക്ഷിത നീക്കം. മെറ്റയുടെ സ്വന്തം മെറ്റ AI ഉപയോഗിക്കുന്നതിനേക്കാൾ ഇരട്ടിയോളം തുക മറ്റ് AI മോഡലുകൾ ഉപയോഗിക്കുമ്പോൾ ബിസിനസ് ഗ്രൂപ്പുകൾ നൽകേണ്ടി വരും. ഇതോടെ ചെറുകിട വൻകിട സംരംഭങ്ങൾക്ക് വാട്സപ്പ് വഴിയുള്ള കസ്റ്റമർ കെയർ ചാറ്റ്ബോട്ട് സേവനങ്ങൾ ചെലവേറിയതാകുമെന്ന് എക്കണോമിക്സ് ടൈംസിന്റെ റിപ്പോർട്ട്. ChatGPT, ക്ലൗഡ്, ക്വെൻ തുടങ്ങിയ AI ബോട്ടുകൾ ഉപയോഗിച്ച് 10,000 സന്ദേശങ്ങൾ അയക്കാൻ മെറ്റ $968 ഈടാക്കും. മെറ്റ AI ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ $400 മുതൽ $500 വരെ നൽകിയാൽ മതി. ഈ നിരക്ക് വ്യത്യാസം സ്വന്തമായി ചാറ്റ്ബോട്ടുകൾ ഉപയോഗിക്കുന്നവർക്കുള്ള ശിക്ഷയെന്നാണ് സംരംഭകർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് 24. ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.